ഹായ്, ഗുഡ് ഈവനിങ്. ഒരു ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് വരികയാണ്. എന്തൊരു ചൂടാ! അപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേന് എന്തായിരിക്കും അവസ്ഥ? ഞാൻ പതുക്കെ ആടിപ്പാടി എഴുന്നേറ്റ് വരുമ്പോഴും അമ്മ സ്റ്റിച്ചിങ് മൂഡിൽ തന്നെയാണ് കേട്ടോ. ടി വി ഒക്കെ ഓണാണ്, പക്ഷെ കാണാൻ സമയമില്ല. അതാണ് അവസ്ഥ. ഒരു വെഡ്ഡിങ് ഓർഡർ ഉള്ളത് തീർത്തു കൊടുക്കാനുള്ള തത്രപ്പാടിലാണ്. കുട്ടികളൊക്കെ വെക്കേഷന് നാട്ടിലായതുകൊണ്ട് തന്നെ ആകെ ഒരു സ്ലോ മട്ടാണ്. അവരുണ്ടെങ്കിൽ ഇവിടെ ഓടിച്ചാടി നടക്കുകയും വഴക്ക് പറയലും ആകെ ഒരു തകൃതിമയമായിരിക്കും. അപ്പോൾ എന്തായാലും അമ്മയ്ക്കൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ചായ വേണോ കോഫി വേണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നേ. കോഫിയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഏതെങ്കിലും ഒന്നിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ ചായ കയറി പിടിച്ചു. അമ്മയ്ക്ക് ചായ ഇഷ്ടം. എന്തായാലും ഞാൻ ചായ ഇടാൻ കയറി. എനിക്ക് പുതിനയില ഇട്ട കോഫി ഭയങ്കര ഇഷ്ടമാണ്. വിത്തൗട്ടാണ്, ഡയറ്റ് കൊണ്ടൊന്നുമല്ല. ബിക്കോസ് ഏത് മധുരം കണ്ടാലും ഞാൻ കഴിക്കുകയും ചെയ്യും. പക്ഷെ കോഫിയിൽ മധുരം ഇടാറുമില്ല. അപ്പോൾ പിന്നെ എന്താ ഡയറ്റ്? പിന്നെ അമ്മയ്ക്ക് ചായ ഞാനും കൂടെ സെറ്റ് ആവാറില്ല കേട്ടോ. ഒന്നുകിൽ പാലിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും, അതല്ലെങ്കിൽ പഞ്ചസാര കൂടും, അതുമല്ലെങ്കിൽ കടുപ്പം കുറയും, അതായത് തേയില കുറയും. പിന്നെ ഈ പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പതഞ്ഞ് പൊങ്ങുമ്പോൾ ഈ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, ചായ ഇങ്ങനെ പാല് നമ്മൾ പോയോ എന്നറിയാൻ എത്തി നോക്കുന്നതാണ് ഈ പതഞ്ഞ് വരുന്നതെന്ന്. എന്തായാലും ഞാനത് കുറച്ച് നേരം സ്ലോ ആക്കിയും ഹൈ ആക്കിയും കുറച്ച് നേരം അതിലൊന്ന് കളിക്കും കേട്ടോ, ഈ പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാൻ. പിന്നെ ഇങ്ങനെ ചായ പതച്ചടിച്ചൊഴിക്കുന്നതും എനിക്കിഷ്ടമാണ്. ഈ ഗുപ്തൻ ചായ ഊതി ഊതി കുടിക്കുന്നതെന്ന് പറയുന്നത് പോലെ പതച്ച ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കുന്നത് കാണാൻ ഒരു രസമാണ്. ഞാൻ കുടിക്കാറില്ല, മറ്റുള്ളവർ കുടിക്കുന്നത് കാണാൻ. എന്തായാലും അവർ ചായ ഉണ്ടാക്കി സ്നാക്സുമായിട്ട് അമ്മയ്ക്ക് കൊടുത്തു. സ്നാക്സ് എന്താ, നമ്മുടെ ക്രിസ്മസ് കേക്കിൻ്റെ ഒരു പീസും പിന്നെ ചിപ്സാണ് അമ്മയ്ക്കിഷ്ടം. പക്ഷേ എൻ്റെ ഇഷ്ടം വേറെയാണ് കേട്ടോ. അമ്മ എപ്പോഴത്തേനും ഒരു ബ്രേക്കിന് അവിടെ നിന്ന് എഴുന്നേറ്റു. ആ ഗ്യാപ്പിൽ ഞാൻ ചായ കൊണ്ടുവച്ചു കേട്ടോ. ഇനി എനിക്കുള്ള സ്നാക്സ്, എനിക്ക് മിച്ചറാണ് ഇഷ്ടം. ദാൽ മിച്ചർ അഥവാ ബോംബെ മിച്ചർ, എരിവുള്ള മിച്ചർ, അല്ലെങ്കിൽ നോർമൽ മിച്ചർ, ഇതെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. ഇതെല്ലാം മാറ്റിയും തിരിച്ചും ഓരോ ദിവസമായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചില ദിവസം കഴിക്കാറുണ്ട്. എന്തായാലും അന്നുവും ഞാനും മിച്ചറിന് അടിയാണ് കേട്ടോ. മിച്ചർ ഉണ്ടെങ്കിൽ അന്നുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മിച്ചർ എടുക്കുന്ന സമയത്ത് ഞാൻ അവളെ ശരിക്കും മിസ് ചെയ്തേ. അങ്ങനെ ചായയായിട്ട് ഉമ്മറപ്പടിയിലിരുന്ന് റോഡിലേക്ക് നോക്കി ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? അപ്പോൾ നമുക്ക് ചായ കുടിക്കാം.